ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മാർച്ച് 31-നകം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് SIT ഹൈക്കോടതിയിൽ അറിയിച്ചു. സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച സ്വർണ്ണപ്പാളികളിൽ അത്യാധുനിക ശാസ്ത്രീയ പരിശോധന അനിവാര്യമെന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ജംഷഡ്പൂർ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലാണ് പരിശോധന നടക്കുക. കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കേസിൽ 30 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുമെന്ന് വിജിലൻസ് അറിയിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘവും കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ട് പരിശോധിച്ചാണ് ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിറക്കിയത്. സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച സ്വർണ്ണപ്പാളികളിൽ വിദഗ്ധ പരിശോധന അനിവാര്യമാണെന്ന് കോടതി വ്യക്തമാക്കി. ജംഷഡ്പൂർ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറി സൗജന്യമായി പരിശോധന നടത്താൻ സന്നദ്ധത അറിയിച്ചുവെന്നും SIT കോടതിയെ അറിയിച്ചു. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ നിന്ന് 30 സാമ്പിളുകളും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് 6 സാമ്പിളുകളുമായി ആകെ 36 സാമ്പിളുകളും ശേഖരിച്ചുവെന്നും SIT കോടതിയിൽ റിപ്പോർട്ട് നൽകി. കൂടാതെ പ്രതികളുടെ മൊബൈൽ ഫോൺ ഡാറ്റകൾ പരിശോധിക്കണമെന്നും SIT അറിയിച്ചു. മൊബൈൽ കമ്പനികളോട് അന്വേഷണവുമായി സഹകരിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കൊടിമര പുനഃപ്രതിഷ്ഠയിൽ DYSP ഹരിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയതായി വിജിലൻസ് അറിയിച്ചു. 30 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനമെന്നും വ്യക്തമാക്കി. തുടർന്ന് ഹർജികൾ മാർച്ച് 26-ന് വീണ്ടും പരിഗണിക്കാനായി മാറ്റി. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.